പാർട്ടി 2 ടേം മത്സരിച്ചവർ പാർട്ടിയുടെ ടേം ഇതനുസരിച്ച് മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടു. മാറി നിൽക്കാൻ പാർട്ടി എന്നെ ഈ ഇതിലേക്ക് എത്തിച്ചത് പാർട്ടിയാണ്. പാർട്ടി എടുത്തൊരു തീരുമാനത്തെ ശിരസാ വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ചുമതല. അത് മുഖവിലക്കെടുത്ത് ഞാൻ മാറി. ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പല തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകും അമ്പലപ്പുഴ മണ്ഡലത്തിൽ എന്ന ജി സുധാകരൻ്റെ പ്രസ്താവന കൈയടിച്ച് സ്വാഗതം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്, UDF. BJP ഇതുവരെയും നിലപാട് പറഞ്ഞിട്ടില്ല. അവർ പുറത്തു പറഞ്ഞില്ലെങ്കിലും അറിയുന്ന വിവരം കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നാണ്. എന്നുവെച്ചാൽ ജി സുധാകരൻ കോൺഗ്രസ് BJP സഖ്യമായിരിക്കും മത്സരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയും പോസ്റ്റർ ഒട്ടിക്കാൻ പോകില്ല, വാർഡ് കൺവെൻഷനൊക്കെ നടത്തില്ല, പഞ്ചായത്ത് കൺവെൻഷനൊക്കെ നടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ചാൽ ഞാൻ അതിനെ എതിർക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എനിക്ക് വോട്ട് ചെയ്യാം, ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിൻ്റെ പിന്തുണ വേണ്ട എന്ന് പറയുന്നില്ല, BJPയുടെ പിന്തുണ വേണ്ട എന്നും പറയുന്നില്ല. അങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ജി സുധാകരന് ഇതാ ഒരു കലക്കൻ മറുപടി. പറയുന്നത് മറ്റാരുമല്ല, CPI നേതാവ്, തൃശൂർ MLA P ബാലചന്ദ്രനാണ്. കേൾക്കണം ജി സുധാകരൻ ഈ വാക്കുകൾ. കാരണം എന്താണ്, ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് P ബാലചന്ദ്രൻ്റെ വാക്കുകൾ. കേൾക്കുക, പ്രേക്ഷകർ മാത്രമല്ല, കഴിയുമെങ്കിൽ ജി സുധാകരൻ. പാർട്ടി 2 ടേം മത്സരിച്ചവർ പാർട്ടിയുടെ ടേം ഇതനുസരിച്ച് മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടു. മാറി നിൽക്കാൻ പാർട്ടി എന്നെ ഈ ഇതിലേക്ക് എത്തിച്ചത് പാർട്ടിയാണ്. പാർട്ടി എടുത്തൊരു തീരുമാനത്തെ ശിരസാ വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ചുമതല. അത് മുഖവിലക്കെടുത്ത് ഞാൻ മാറി. അത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടമായി എടുക്കുന്ന ഒരു കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനമാണ്. അവർ ആ ടേം കൊടുത്തെടുത്ത് മത്സരിക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനമാണ്. പാർട്ടി തീരുമാനം അംഗീകരിക്കുക. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യം വലിയ തോതിൽ പറയുന്ന പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരാൾക്കൊരു നീതി, വേറൊരാൾക്ക് വേറെ നീതി. അങ്ങനെയില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഘടകങ്ങൾ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനമാണ്. അത് ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഒരു വ്യക്തി എന്നുള്ള പ്രത്യേകതകളൊന്നുമില്ല, അനിവാര്യതയാണ് പാർട്ടി പരിഗണിക്കുന്ന ഘടകം. അപ്പോൾ അങ്ങനെ പാർട്ടി, ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ പാർട്ടി ബോധ്യം. വേറൊരു കാര്യം എന്ന് പറയുന്നത് ബാലചന്ദ്രൻ മാറിയിട്ട് പോയിരുന്നത് മലപ്പുറത്തുനിന്നുള്ള അല്ല, ഞങ്ങളുടെ യുവകലാസാഹിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. കേരളത്തിൽ അറിയപ്പെടുന്ന കവിയാണ്. പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാന നഗരിക്ക് എന്തുകൊണ്ടും ഉതകുന്ന പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശ്ശൂരിൽ പോപ്പുലറാണോ എന്നുള്ളത് കേരളത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആലങ്കോടിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കർത്തവ്യം. അല്ല, മൂന്തൻ്റെ കാര്യങ്ങൾ മൂന്തനോട് ചോദിക്കണം. ഞാൻ പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പമാണ് എപ്പോഴും. സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിക്കും.